ഹായ്. ഒരുപാട് വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിട്ടും ആ സ്വപ്നങ്ങളൊക്കെ ഇപ്പോഴും സ്വപ്നങ്ങളായി തന്നെ നിലനിൽക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ സ്വപ്നങ്ങൾ ഉണ്ടായിട്ട് ആ സ്വപ്നങ്ങളോട് കോംപ്രമൈസ് ചെയ്തവരാണോ നിങ്ങൾ എന്നെ പോലെ? ഇനി ഒത്തിരി ആഗ്രഹം ഉണ്ടായിട്ടും ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് സമയം മാറ്റി വെച്ച് കഠിന പ്രയത്നം ചെയ്ത് ഒരുപാട് എഫർട്ടൊക്കെ ഇട്ടിട്ടും അവസാനം പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് കിട്ടാത്തതിൻ്റെ പേരിൽ അതൊക്കെ നിഷ്ഫലമായി പോയ ആൾക്കാരാണോ നിങ്ങൾ എന്നെ പോലെ? സോ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ച ഒരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വളർന്നു വന്ന എന്നെപ്പറ്റി തന്നെയാണ്. എൻ്റെ റിഫ്ലക്ഷൻ തന്നെയാണ് ഞാൻ മറ്റുള്ള ആൾക്കാരിൽ കാണുന്നത്. എൻ്റെ പേര് അലൻ, തിരുവനന്തപുരം സ്വദേശിയാണ്. ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് മിഡിൽ ക്ലാസ് വോയിസ് എന്നാണ്. എന്തുകൊണ്ട് മിഡിൽ ക്ലാസ് വോയിസ് എന്നുള്ളൊരു പേരിട്ടു, ഇങ്ങനൊരു ചാനൽ ഇട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനായിട്ടുള്ളത് എൻ്റെ ജീവിതം തന്നെയാണ്. സാധാരണ ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിൽ നിന്ന് ജനിച്ച് വളർന്നു വന്ന് ഇപ്പോഴും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ തന്നെ നിൽക്കുന്ന എൻ്റെ ജീവിതകഥ. അത് മറ്റുള്ളവർക്ക് എത്രത്തോളം പ്രചോദനമാകുമെന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞത്, ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങളിലൂടെ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വളർന്നു വന്ന് രക്ഷപ്പെട്ട് സമൂഹത്തിന് തന്നെ മാതൃകയായി മാറി നിൽക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ. അവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുക, അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് കേൾക്കുക, അവരുടെ അനുഭവങ്ങൾ മറ്റുള്ള ആൾക്കാർക്ക് ഒരു പ്രചോദനമായി മാറാൻ, അങ്ങനെ മാറിയിട്ട് അവരെയും അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുവാനും അവരുടെ ജീവിതങ്ങൾ മാറുവാനും അവർക്കൊരു മോട്ടിവേഷൻ ആകാനും എൻകറേജ്മെൻ്റ് ആകാനും ഒക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ എൻ്റെ ചാനൽ പറയുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാരുടെ കഥകളായിരിക്കും, അവർക്ക് പറയാനുള്ളതായിരിക്കും, അവരുടെ വോയിസ് ആയിരിക്കും. ലെറ്റ്സ് മേക്ക് ഷുവർ ദറ്റ് അവർ വോയിസ് ഈസ് ഹേർഡ്. അതാണ് എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. സോ ഞാൻ എന്നെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, സാധാരണ ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച് വന്ന് 10ാം ക്ലാസ് വരെയും പഠിച്ച് +1 +2 ഗവൺമെൻറ് മീഡിയം സ്കൂളിൽ പഠിക്കുകയും തുടർന്ന് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുകയും എഞ്ചിനീയറിംഗിൽ ബിരുദം നേടുകയും ഇപ്പോൾ ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. കുടുംബമുണ്ട്, ഭാര്യയും 4 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞുമുണ്ട്. സോ അതാണ് എൻ്റെ കുടുംബം. സോ ഇതിനിടയിൽ ഞാൻ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ എനിക്ക് തന്നെ ഒരുപാട് പറയാനുണ്ട്. എന്നെപ്പോലെ പറയാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു 100 കഥകളുണ്ടാവും, നിങ്ങൾ നേരിട്ട പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ട്. സോ അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ കവർ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ആ ടോപ്പിക്സൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പം എൻ്റെ ആഗ്രഹം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ മാറി വന്നിട്ടുണ്ട്, കാലാവസ്ഥ മാറുന്നത് പോലെ. ഫോർ എക്സാമ്പിൾ, പഠിക്കാൻ വളരെ മിടുക്കനായിരുന്നു ഞാൻ. ഈ വീഡിയോ കാണുന്ന ഒരു ആൾക്കാരിലും ചില ആൾക്കാരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, മിഡിൽ ക്ലാസ്സിന് എന്ത് സ്ട്രഗിളാണ് ഉള്ളത്, നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നേടിയെടുത്തുകൂടെ, പഠിച്ചുകൂടെ എന്നൊക്കെ. നമ്മൾ എത്രത്തോളം ബ്രില്യൻ്റായി പഠിച്ചാലും എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിരുന്നാലും മിഡിൽ ക്ലാസ്സിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അഫ്കോഴ്സ് ഫിനാൻഷ്യൽ ലിമിറ്റേഷൻസ് അതിനകത്ത് വളരെ വലിയൊരു റോള് വഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ, 10ാം ക്ലാസ്സിൽ 95% മാർക്ക് മേടിച്ച് വിജയിച്ച ഒരാളാണ് ഞാൻ. ഗ്രേഡിംഗ് സിസ്റ്റം വന്ന സമയത്താണ് 9A+ഉം 1Aയും വാങ്ങി വിജയിച്ച ഒരാളാണ് ഞാൻ. +1 +2 കാലഘട്ടത്തിൽ ബയോളജി സയൻസാണ് പഠിച്ചത്. അവിടെയും 83% മാർക്സ്, 83% മാർക്ക് വാങ്ങി വിജയിച്ച ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ പഠിക്കാൻ മോശമായിട്ടുള്ള ഒരാളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എഞ്ചിനീയറിംഗ് വന്നപ്പോഴും അവിടെയും എനിക്ക് 8.3 CGPA, അതായത് 83% മാർക്ക് ഉണ്ട്. സോ പഠിക്കാൻ മോശമായതുകൊണ്ട് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരാളല്ല ഞാൻ. മറിച്ച് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് കിട്ടാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ട് നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കിട്ടാത്തതിൻ്റെ പേരിൽ അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയും സാഹചര്യങ്ങൾക്കനുസരിച്ച് പൊരുത്തപ്പെടുകയും ചെയ്യേണ്ടി വന്ന ഒരു സാധാരണ മിഡിൽ ക്ലാസ് അങ്ങനത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. +1 +2 പഠിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്നെ മെഡിസിൻ വിടണം എന്നുള്ളതായിരുന്നു, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ സീറ്റ് കിട്ടണം എന്നുള്ളത് എനിക്ക് തന്നെയായിരുന്നു. അപ്പോൾ അത് രണ്ടും എനിക്ക് എൻട്രൻസ് ചെയ്തിട്ട് കിട്ടിയില്ല. ഇത്രയും അക്കാഡമിക് ബ്രില്യൻസ് ഉണ്ട്, പഠിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നത് ശരി തന്നെ, പ്രോപ്പറായിട്ടുള്ള എൻട്രൻസ് കോച്ചിങ്ങിന് പോകാത്ത ഒരു സാധാരണക്കാരനായ എനിക്ക് എങ്ങനെ എൻട്രൻസ് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റും? സോ ഓഫ്കോഴ്സ് എനിക്ക് ആ എൻട്രൻസ് കിട്ടിയില്ല. ഇനി 1 വർഷം അതിനുശേഷം റിപ്പീറ്റ് ചെയ്ത് മറ്റേതെങ്കിലും പ്രമുഖ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയിട്ട് എൻട്രൻസ് റിപ്പീറ്റ് ചെയ്ത് പഠിക്കാനുള്ള സാമ്പത്തികം നമുക്കില്ല. സോ നമ്മുടെ മുമ്പിൽ അങ്ങനെയുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടപ്പോൾ നമുക്ക് ലോൺ എടുത്താണെന്നുണ്ടെങ്കിലും എഞ്ചിനീയറിങ്ങിന് കയറാം എന്നുള്ള ഒരു ഓപ്ഷനിലോട്ടൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ സാധാരണക്കാരും ചെയ്യുന്ന സ്ഥിരം കാര്യമില്ലേ. ഒരു നിവർത്തിയില്ലെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലും ലോൺ എടുത്ത് EMI എടുത്ത് നമ്മുടെ കാര്യങ്ങൾ നടത്തുക. അത് നമ്മുടെ മിഡിൽ ക്ലാസ്സുകാരുടെ ഒരു പ്രത്യേകത തന്നെയാണ് അല്ലേ.
വരും പരാജയങ്ങളെ പറ്റിയിട്ടൊന്നും ചിന്തയില്ല. ലോൺ എടുക്കുക, EMI അടയ്ക്കുക, ലോൺ എടുക്കുക, EMI അടയ്ക്കുക. ഇത് തന്നെയാണ് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. സോ എൻ്റെ ആഗ്രഹം അവിടെയും തീർന്നില്ല. ആർമിയോടുള്ള കടുത്ത ആരാധന മൂത്ത് ഡിഫൻസിനകത്ത് ഓഫീസർ ആവുക എന്നുള്ള ആഗ്രഹം +2 കാലഘട്ടം തൊട്ട് തുടങ്ങിയതാണ്. +2 കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. 2 അറ്റംപ്റ്റ് നടത്തി നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലും 10+2 ടെക്നിക്കൽ എൻട്രി സ്കീമിലും. ഇപ്പോഴും എൻ്റെ ഏറ്റവും വലിയൊരു നഷ്ടബോധം എന്ന് പറയുന്നത് എനിക്ക് ആർമി, നേവി അല്ലെങ്കിൽ എയർഫോഴ്സിൻ്റെ ഒന്നും പാർട്ടാവാൻ പറ്റാത്തത്, അല്ലെങ്കിൽ അവിടെ ഒരു ഓഫീസർ ആകാൻ പറ്റാത്തത് തന്നെയാണ്. ഞാൻ അഫ്കോഴ്സ് എൻ്റെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷവും എൻ്റെ 3 വർഷം അതിനുവേണ്ടി സമർപ്പിച്ച ഒരാളാണ്. ആർമി, നേവി, എയർഫോഴ്സ് അതിനകത്ത് ഓഫീസർ റാങ്കിൽ കയറാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ച ഒരാളാണ്. എന്തുകൊണ്ട് പറ്റിയില്ല എന്ന് ചോദിച്ചാൽ ഞാനതിന് ക്യാപ്പബിൾ അല്ല എന്നാണ് എൻ്റെ ഉത്തരം. പക്ഷേ ക്യാപ്പബിൾ ആകാൻ പറ്റുമായിരുന്നു. ലൈക്ക് നമുക്ക് അങ്ങനെ തന്നെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നു. നമുക്ക് ഒരു പക്ഷേ അത്തരത്തിലുള്ള ഗൈഡൻസ് ഒക്കെ നമുക്ക് ചൈൽഡ്ഹുഡിലേ കിട്ടിയിരുന്നെങ്കിൽ. അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒത്തിരി ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട്, ഞാൻ കാണുന്നുണ്ട്. അപ്പം അവർക്കൊക്കെ പ്രോപ്പറായിട്ടുള്ള ഒരു കരിയർ ഗൈഡൻസ് കൊടുക്കുക, പ്രോപ്പറായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഗൈഡൻസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രഗിൾസ് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം, തളരാതെ എങ്ങനെ പലപ്പോഴും മുമ്പോട്ട് പോകാം, ഇതൊക്കെയാണ് ഞാൻ ഈ ചാനലിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം എനിക്ക് ഒരു കാര്യത്തെപ്പറ്റി പ്രതികരിക്കണം എന്ന് തോന്നുന്നുണ്ട്. ഒരു സാധാരണക്കാരുടെ ശബ്ദത്തിൽ ഞാൻ അവിടെ പ്രതികരിച്ച് എൻ്റെ റിവ്യൂസ് ആവാം, അല്ലെങ്കിൽ എൻ്റെ വ്യൂസ് ആകാം. റിവ്യൂ എന്നുള്ള വീടിനേക്കാളും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മൈ വ്യൂസ്, എൻ്റെ കാഴ്ചപ്പാടുകളാണ്. അതൊരു മിഡിൽ ക്ലാസ് കണ്ണിൽ കാണുന്നൊരു കാഴ്ചപ്പാടായിരിക്കും. അതത്രേ ഉള്ളൂ. കാരണം നമ്മളിപ്പം എത്രത്തോളം രക്ഷപ്പെട്ടാലും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയാലും സ്റ്റിൽ ഐ വുഡ് റേറ്റ് മൈസെൽഫ് ആസ് എ മിഡിൽ ക്ലാസ് മൈൻഡ് സെറ്റ് ഉള്ളൂ. ഞാൻ അപ്പോഴും ഒരു മിഡിൽ ക്ലാസ് മൈൻഡുള്ള പേഴ്സണായിരിക്കും. അപ്പം അതെന്നെ വിട്ടുപോകില്ല. കാരണം സാമ്പത്തികമായിട്ട് ഞാൻ ചിലപ്പം ഉയരത്തിൽ പോയേക്കാം, പക്ഷെ സ്റ്റിൽ നമ്മൾ മിഡിൽ ക്ലാസ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു കിടിലം മൈൻഡ് സെറ്റാണ്. നമുക്ക് ഏത് സാഹചര്യത്തെയും തരണം ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മുടെ ചാനൽ പറയുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും, അത്തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും, അത്തരത്തിലുള്ള വ്യൂസ് ആയിരിക്കും പറയുന്നത്. സോ നിങ്ങൾ കൂടെ കാണണം, വീഡിയോ ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പറയാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ടോപ്പിക്സ് ഇഷ്ടമുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. സോ എന്തായിരുന്നാലും ലെറ്റ്സ് മേക്ക് ഷുവർ ദാറ്റ് അവർ വോയിസ് ഈസ് ഹെയർഡ്. ഓക്കെ, സീ യു ഗൈസ്, ബൈ.